ഓക്കെ, നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ടൊയോട്ടയുടെ ഹൈലക്സ് എന്ന് പറയുന്ന വണ്ടിയാണ്. ഓക്കെ, നമ്മളിവിടെ ഇന്ന് ടൊയോട്ടയിലെ കുറച്ച് സ്റ്റാഫ്സാണ് കൂടെ വന്നേക്കുന്നത്. ഓക്കെ, ബ്രോയുടെ പേര് രാജീവ്. ഓക്കെ, ഹൈ. ഓക്കെ, ഇപ്പം നമുക്കൊരു ഡ്രൈവായിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ റോസ്മല വരെ ഒരു ഓഫ് റോഡ് ഡ്രൈവ് എന്നുള്ള രീതിയിലാണ്. സോ നമുക്ക് ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. ഇത് 2024 മോഡലാണോ വണ്ടി? 2024 മോഡലാണ്. ഓക്കെ, ഇതിൻ്റെ വേരിയൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഹൈലക്സിലെ വേരിയൻസ് 3 വേരിയൻസ് ആണ് വരുന്നത്. 3 വേരിയൻസിൽ സ്റ്റാർട്ടിംഗ് മോഡല് സ്റ്റാൻഡേർഡ് മാനുവലാണ്. അടുത്ത വേരിയന്റ് ഹൈ മാനുവൽ, ഹൈ ഓട്ടോമാറ്റിക്. ഹൈയിൽ തന്നെ മാനുവൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ഓക്കെ, അന്നേരം ഓട്ടോമാറ്റിക് ഹൈയിൽ മാത്രമാണ് വരുന്നത്. ഇതിന്റെ എഞ്ചിൻ കപ്പാസിറ്റി ഒക്കെ എങ്ങനെയാണ് വരുന്നത്? എഞ്ചിൻ കപ്പാസിറ്റി വരുമ്പോൾ 2800 cc ആണ് വരുന്നത്. എഞ്ചിൻ പവർ 201 PS പവർ ആണ് വരുന്നത്. 3000 RPM. അതെ. ടോർക്ക് ഫിഗേഴ്സോ? ടോർക്ക് വരുമ്പോൾ 500 Nm ടോർക്കാണ് വരുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്കിന്റെ ടോർക്കാണ് വരുന്നത്. മാനുവലിൽ അന്നേരം ടോർക്ക് കുറവാണോ കൂടുതലാണോ? മാനുവലിൽ ടോർക്ക് കുറവാണ് വരുന്നത്. കമ്പയർ ടു ഓട്ടോമാറ്റിക് വെച്ചാൽ മാനുവലിൽ ടോർക്ക് കുറവായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ബ്രാൻഡ് ടൊയോട്ട ഹൈലക്സ് എന്ന് പറഞ്ഞ ആ പേര് വരാനുള്ള റീസൺ ഹൈ ആൻഡ് ലക്ഷറി ആണ് വരുന്നത്. ഇതിന്റെ പ്രൈസസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേന് സ്റ്റാൻഡേർഡ് മാനുവലിന്റെ വെഹിക്കിൾ പ്രൈസ് വരുമ്പോഴത്തേന് 30,40,000 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് വരുന്നത്. അത് എക്സ്ഷോറൂം ആണോ? എക്സ്ഷോറൂം പ്രൈസ്. ഓക്കെ, സ്റ്റാൻഡേർഡ് മാനുവൽ കഴിഞ്ഞാൽ അടുത്ത ഹൈ മാനുവൽ ആണ്. ഹൈ മാനുവലിന്റെ പ്രൈസ് ഒരു 37,15,000 എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. സെക്കൻഡ് വേരിയന്റ് 17 ലക്ഷം. അത് കഴിഞ്ഞാൽ ഹൈ ഓട്ടോമാറ്റിക് ആണ്. ഹൈ ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസ് ഒരു 37,90,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഓക്കെ, ഓൺ റോഡ് ആകുമ്പോഴോ? ഓൺ റോഡ് വരുമ്പോഴത്തേന് 47 lakh വരും. ഓക്കെ ഓക്കെ, മൈലേജ് ഫിഗേഴ്സിനെ പറ്റി നമുക്ക് മൈലേജ് വരുമ്പോഴത്തേന് 11-12 ആ ഒരു റേഞ്ചിലാണെങ്കിൽ കിലോമീറ്റർ പെർ മൈലേജ് വരുന്നത്. അത് ARI സർട്ടിഫൈഡ് ആണോ? ARI സർട്ടിഫൈഡ് ആണ്. ഓക്കെ, ലൈക്ക് ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടൊക്കെ പിന്നെ ഓരോ കസ്റ്റമർ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് കണ്ടീഷനും എല്ലാം ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ഹൈ റേഞ്ച് അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൈലേജ് വേരിയേഷൻ നല്ല രീതിയിലുണ്ടാവും. ഓക്കെ, അതായത് പിന്നെ എഞ്ചിൻ CC 2800 cc ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പുള്ളിങ് പവറും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഡ്രൈവ് മോഡ്സ് ഉണ്ടല്ലേ? പിന്നെ ഡ്രൈവ് മോഡ്സ് വരുമ്പോഴത്തേന് എക്കോ മോഡ്, പവർ മോഡ്, അങ്ങനെ 2 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ എക്കോ മോഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം മൈലേജ് കിട്ടുന്ന രീതിയിലായിരിക്കും. എഞ്ചിൻ്റെ AC പവർ കുറച്ച് കുറഞ്ഞ് റെഡ്യൂസ് ചെയ്തിട്ട് മാക്സിമം പവർ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ ആ ഒരു എഞ്ചിൻ AC പവർ കുറച്ച് കുറഞ്ഞാൽ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. മാക്സിമം എക്കണോമി കിട്ടുന്ന രീതിയിലായിരിക്കും. ഈ പവർ മോഡ് എല്ലാം ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം പവർ കൂടുതലായിരിക്കും. ഓക്കെ, തിരിച്ച് നോർമൽ മോഡ് ആക്കണമെങ്കിലോ? നമുക്ക് ആ 2 എക്കോ മോഡ്, പവർ മോഡ് സ്വിച്ചസ് വരുന്നുണ്ട്. അത് ഓഫ് ചെയ്യും. ഓക്കെ, ആ ബട്ടണിൽ തന്നെ ഒന്ന് വയ്ക്കേ. ടോർക്ക് കൺവേർട്ടർ ആണോ അതിന് വരുന്നത്? അത് 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആണ് വരുന്നത്. ഓക്കെ, അതെ. പിന്നെ ഹൈലക്സിൽ ഡീസൽ വേരിയൻസ് മാത്രമാണ് അവൈലബിൾ ഉള്ളത്. നമ്മൾ ഹൈലക്സിൽ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റയിലും ഫോർച്യൂണറിലും യൂസ് ചെയ്യുന്ന അതേ പ്ലാറ്റ്ഫോമാണ് ഹൈലക്സിലും നമുക്ക് വരുന്നത്. അതെ. ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ടോ? നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുമ്പോഴത്തേന് 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ ആണ് വരുന്നത്. വയർഡ് ആണ് നമുക്കതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വയർഡായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. USB കേബിൾ കണക്ട് ചെയ്തതിനു ശേഷം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെ അതെ, കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് ശേഷം എന്നാലേ കണക്ട് ചെയ്യാൻ പറ്റൂ. പാർക്കിംഗ് ഇട്ടതിന് ശേഷം കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്പീക്കേഴ്സ് ആണ് വരുന്നത്.
മ്യൂസിക് സിസ്റ്റം ഒക്കെ ഇതിൻ്റെ വരുന്നത്? മ്യൂസിക് സിസ്റ്റം ടൊയോട്ടയുടെ തന്നെ ബ്രാൻഡുള്ള ഏതിലായിരിക്കും അത്. ഓക്കെ. സ്പീക്കേഴ്സോ? സ്പീക്കേഴ്സ് 6 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ആ, ഫ്രണ്ട് ഡോറിൽ 2 വരുന്നുണ്ട്, റിയർ ഡോറിൽ പിന്നെ ട്യൂറ്റേഴ്സും വരുന്നുണ്ട്, ഫ്രണ്ട് 2 ട്യൂറ്റേഴ്സും വരുന്നുണ്ട്. സബ് വൂഫർ ഉണ്ടോ? അല്ലല്ല. പിന്നെ മ്യൂസിക് സിസ്റ്റം നമുക്ക് അതർ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ബ്ലൂടൂത്ത്, USB, റിയർ ക്യാമറ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ. റണ്ണിങ്ങിൽ ഓൺ ആക്കാൻ പറ്റുമോ ക്യാമറ? വർക്കിംഗ് അല്ല, റിവേഴ്സ് എൻഗേജ് ചെയ്യുമ്പോൾ മാത്രം. റിവേഴ്സിലാകുമ്പോൾ മാത്രം. ഭയങ്കര കുഴിയായിരുന്നു. ഞാൻ ഇടത്തെടുക്കാന്ന് ചോദിക്കുമ്പോൾ പാഞ്ഞു വരുന്നത് അവിടെ നിന്ന് അറിയാനും. ചൂടില്ലെന്നോ? പുറത്ത് 39 കാണിക്കുന്നത്. AC നല്ല കൂളിംഗ് ഉള്ളതുകൊണ്ടാ. പുനലൂരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചൂട്. പുനലൂർ പാലക്കാടുമായിട്ടൊക്കെ കോമ്പറ്റീഷൻ. വെയിറ്റോ? ഇയാളെ മിസ് ചെയ്ത സംഭവം എന്താണെന്ന് അറിയാലോ രാജുവണ്ണ? ബൂട്ട് ക്യാമ്പ് അതുണ്ടായിരുന്നുണ്ട്. ഇയാൾക്ക് ഇതിന്റെ 2ന്റെ പെർഫോമൻസ് പരിപാടി നല്ല വൃത്തിക്ക് അറിയാലോ. ബൂട്ട് ക്യാമ്പ് എന്തായിരുന്നു? ഞങ്ങളതായി ഇതിനകത്തൊരു പ്രോപ്പർട്ടി എടുത്തിട്ട് ഓഫ് റോഡ് ക്യാമ്പ് ചെയ്ത് നടത്തിയത്. ഒരു 12 കിലോമീറ്റർ
ഓഫ് റോഡ് ഹൈലക്സും ഫോർച്യൂണറും കസ്റ്റമർക്ക് വേണ്ടിയിട്ട് വലിയ ഇവന്റ് ആയിരുന്നു. പല ടൈപ്പ് ട്രാക്ക്. ഇൻസ്ട്രക്ടർ ഒക്കെ ഉണ്ടായിരുന്നോ ലൈക്ക് ഓരോ വണ്ടിയിലും? അത് നമ്മുടെ ആളുകളെ തന്നെ. ഒരു കസ്റ്റമർ ഫുൾ ഫാമിലി ആയിട്ട് വരുവാന്നുണ്ടെങ്കിൽ നമ്മളൊരാളും ലൈക്ക് വണ്ടി ഉള്ള ആൾക്കാരായിരുന്നു വരുന്നത് അതോ? വണ്ടി ഉള്ള ആൾക്കാർക്ക് അവരെ വണ്ടി കൊണ്ടിട്ട് ഓട്ടിക്കാം. നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി. ഓക്കെ. നമ്മുടെ സൗത്ത് സോണിന്റെ പ്രോഗ്രാം ആയിരുന്നു. നമ്മുടെ ഡീലർഷിപ്പിലുള്ള 4x4 ഫോർച്യൂണർ ഹൈലക്സ്. ഈ കുഴിയുണ്ടോ മൂടിയാണ് താഴെ കൂടെ പോയാൽ പോയാൽ പെട്ടുപോയി. ഇച്ചിട്ട് നകന്ന കുഴി ഇതിനെക്കാട്ടി വലിയ ഇവിടെ ഈ വണ്ടി വേണ്ടി വരില്ലേ? ഓർക്കാതെ ഞാൻ ഡിവയ്ക്കകത്ത് ഹെവി കുഴിയാണ് പറ്റീര പറയുന്നത്. റോഡ് തീർന്നു. വേറെ വല്ല വണ്ടിയൊക്കെ ആണെങ്കിൽ അടി വാര്. അറിയാതെ ഈ വഴി അറിയാതെ സ്പീഡിലായിരിക്കും വരുന്നത്. ഇത്രയൊക്കെ ആയിട്ട് അത് ഇവിടുത്തെ നേതാവ് പറഞ്ഞായിരുന്നു ഈ വളവ് ആക്സിഡന്റിനെല്ലാം ഇവിടെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി പുതിയതായിട്ട് ചെയ്ത സംവിധാനമാണ് സ്പീഡ് ബ്രേക്കർ.